വെൽക്കം ടു യാർ സൊല്യൂഷൻസ്. വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ 3D മാത്സിലെ ഒരു ഒബ്ജക്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെങ്ങനെയാണ് ക്ലോൺ ചെയ്യുന്നത്. ക്ലോൺ എന്ന് പറയുന്നത് 3D മാത്സിലെ ഒരു പാരാമീറ്ററാണ്. കോപ്പി തന്നെയാണ്, നമ്മൾ നോർമലി കോപ്പി ചെയ്തില്ലേ. ഇപ്പം ഞാനൊരു നോർമൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ് യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ഈ ബോക്സ് വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എൻ ഓപ്ഷൻ ക്ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കോപ്പി മതി, സിംഗിൾ എണ്ണം ചെയ്യുമ്പോൾ. കോപ്പി ആണോ, ഇൻസ്റ്റൻസ് ആണോ, റെഫറൻസ് ആണോ, ഒബ്ജക്റ്റിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻഡ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോപ്പി എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോപ്പി മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കോപ്പി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്ഥലത്ത് അതിനെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. അല്ലാതെ നമുക്ക് അറേ പോലെ മൾട്ടിപ്പിൾ കോപ്പീസ് വേണം അറ്റ് എ ടൈം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ട്, ഈ ബോക്സിനെ ഒരു 10 കോപ്പി ആയിട്ട് ഞാൻ കോപ്പി എടുക്കാൻ പോവുക. അപ്പോൾ അതിനെ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ക്രിയേറ്റ് ആവും. അതിനകത്ത് നമ്പർ ഓഫ് കോപ്പീസിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മൂവ് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. ഷിഫ്റ്റ് പ്ലസ് ഡ്രാഗിങ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ കോപ്പി ചെയ്യാനാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ 10 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ 10 നമ്പേഴ്സ് ഈ ബോക്സിൻ്റെ കോപ്പിയാണ് ഞാൻ എടുക്കുന്നത്. കോപ്പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 10 ഒറിജിനൽ പ്രോഡക്റ്റ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പേഴ്സ്പെക്റ്റീവ് വലുതാക്കിക്കൊള്ളാം. കണ്ടോ, ഇതിനകത്ത് ഈ 10 ഒബ്ജക്ട്സ് ഉണ്ട്. എന്നാൽ 10 ഒബ്ജക്ട്സും ഒറിജിനലാണ്. ഓരോരെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഒറിജിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് മോഡിഫിക്കേഷൻ പാനലിൽ പോയി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ ഒരു 3ാമത്തെ സെലക്ട് ചെയ്തു. ഹൈറ്റ് ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കുക. കണ്ടോ, അത് മാത്രമേ ഉള്ളൂ ചേഞ്ച് ആവുന്നത്. അതേപോലെ തന്നെ 8ാമത്തേടെ ഒരു വിഡ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ കുറയ്ക്കാം. അപ്പോൾ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോഴത്തേക്കും അതിൻ്റെ മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി ഒറിജിനൽ പ്രോഡക്റ്റെയോ അല്ലെങ്കിൽ വേറെ യാതൊരു പ്രോഡക്റ്റിനെയോ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് 10ഉം ആക്ടിങ് ആസ് എൻ ഇൻഡിവിജ്വൽ. ഓക്കെ. ഇപ്പോൾ ഇനി അടുത്തുള്ളത് രണ്ടാമത് വേറൊരു ബോക്സ് ഞാൻ വരയ്ക്കുക. ഓൾട്ട് W കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വ്യൂ പോർട്ടിലോട്ട് പോകാം. ഞാൻ പിന്നെയും ഒരു ബോക്സ് എടുത്ത് വരയ്ക്കുക. ഓക്കെ. ഇപ്പോൾ ഇതിനെയും അതേപോലെ തന്നെ ഞാൻ ക്ലോൺ എടുക്കാൻ പോവുക. അപ്പോൾ ഷിഫ്റ്റ് ഡ്രാഗിങ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് അതുപോലെ തന്നെ നമ്പേഴ്സ് വന്നു. പക്ഷേ ഞാനിപ്പോൾ കോപ്പി ഞാൻ കാണിച്ചായിരുന്നു. 2ാമത്തെ ഇൻസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്തും 10 കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻസിന് കൊടുത്തിട്ടാണ് ഞാൻ 10 എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചേഞ്ച് ഇതും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മോഡിഫിക്കേഷൻ പാനലിലോട്ട് പോവുക. ദർ ഈസ് ആൻഡ് പാരാമീറ്റേഴ്സ്. ഞാനിപ്പോൾ 4ാമത്തായിട്ട് ഒരു സാധനത്തിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഹൈറ്റ് കൂട്ടുക. കണ്ടു, അറ്റ് എ ടൈം എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരേ ഒരു ഒബ്ജക്റ്റായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മറ്റേതാകുമ്പോൾ എല്ലാം ഓരോരെണ്ണവും നമുക്ക് ഇൻഡിവിജ്വലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനാകുമ്പോഴത്തേക്കും ഒരെണ്ണത്തിന് എന്താണോ ചേഞ്ച് കൊടുക്കുന്നത് അത് എല്ലാത്തിലും അപ്ലിക്കബിൾ ആകും. ഓക്കെ, ഇതാണ് ഇൻസ്റ്റൻസ്. ഇപ്പം നമ്മളൊരു വീടിൻ്റെ പില്ലറൊക്കെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ പില്ലറുടെ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ വിത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ പില്ലറുടെയും വിത്ത് അറ്റ് എ ടൈം സെയിം ആയിട്ട് കുറയ്ക്കുകയോ കൂടുകയോ അതേപോലെ തന്നെ ഇരിക്കും. ഒരു ഫേർണിച്ചർ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ കാല് എല്ലാം നമ്മൾ ഇൻസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോഴാണ് ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് കൂടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ബാക്കിയുള്ളതും അഡ്ജസ്റ്റ് ആവും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം. ഈ ബോക്സ് ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ W പ്രസ് ചെയ്ത് മൂവ് ബട്ടൺ ആക്ടിവേറ്റ് ആക്കി എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ മൂവ് ചെയ്യാണ്. അപ്പോൾ പിന്നെയും ആ ഒരു ക്ലോൺ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ എടുക്കുന്നത് റെഫറൻസ് ആണ്. റെഫറൻസ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്പർ ഓഫ് 10, അതുപോലെ തന്നെ 10 കോപ്പീസ് ഞാൻ കൊടുക്കുക. ഇപ്പോൾ റെഫറൻസ് ആയിട്ട് എനിക്ക് 10 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ചേഞ്ച് എന്നുള്ളപ്പോഴത്തേക്കും ഞാൻ പേഴ്സ്പെക്റ്റീവ് എടുക്കുക. ഇപ്പോൾ 3ാമതായിട്ട് കിടക്കുന്നതാണ് റെഫറൻസ് വഴി നമ്മൾ 10 കോപ്പി ഉണ്ടാക്കിയത്. ഈ 10 കോപ്പിയിൽ ഇപ്പോൾ ഇതാണ് ഒറിജിനൽ, ആദ്യമായിട്ട് കിടക്കുന്നതാണ് ഒറിജിനൽ. അപ്പോൾ ഈ ഒറിജിനലെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മോഡിഫിക്കേഷൻ പാനൽ ക്ലിക്ക് ചെയ്യുക. ദർ ഈസ് ആൻഡ് പാരാമീറ്റേഴ്സ്, ലെന്ത് ഉണ്ട്, വിഡ്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ബാക്കിയുള്ളതെല്ലാം കോപ്പീസാണ്, ഇതിൻ്റെ റെഫറൻസാണ് അല്ലയോ. അപ്പോൾ ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ദർ ഈസ് നോ മോഡിഫിക്കേഷൻ പാരാമീറ്റേഴ്സ്, ഒരെണ്ണത്തിനും കാണത്തില്ല.
പക്ഷേ നമ്മൾ ഇൻസ്റ്റൻസ് ആയിട്ട് എടുത്തതിലും കോപ്പി ചെയ്തതിലും എല്ലാത്തിലും നമുക്ക് ഓരോരെണ്ണത്തിനും അതിൻ്റെ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ ഒറിജിനലിൽ മാത്രമേ പാരാമീറ്റേഴ്സ് കാണിക്കത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാതാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ ഒരു ക്ലോൺ ഓപ്ഷൻസിന് എടുക്കുകയാണെങ്കിൽ കോപ്പി ഉണ്ട്, ഇൻസ്റ്റൻസ് ഉണ്ട്, ലോസ്റ്റ് ആണ്, റെഫറൻസ് ഉള്ളത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.